Malabar Gold and Diamonds presents Nuva, nature's finest creations. മൂവാറ്റുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ കടക്കിണിയിലായതിനെ തുടർന്ന് ലേല നടപടികളിലേക്ക് കടക്കുന്നു. തുച്ഛമായ വിലയ്ക്ക് സ്വകാര്യ വ്യക്തികൾക്ക് സംഘത്തിന്റെ സ്വത്തുക്കൾ വിറ്റഴിക്കുവാനുള്ള ഗൂഢനീക്കങ്ങളാണ് നടക്കുന്നതെന്നാരോപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സഹകരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കടക്കിണിയിലായതിനെ തുടർന്നാണ് റബ്ബർ മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ ലേല നടപടികളിലേക്ക് നീങ്ങുന്നത്. എന്നാൽ തുച്ഛമായ വിലയ്ക്ക് സ്വകാര്യ വ്യക്തികൾക്ക് സംഘത്തിന്റെ സ്വത്തുക്കൾ വിറ്റഴിക്കാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നതെന്നാരോപിച്ച് സഹകരണ മന്ത്രിക്ക് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പരാതി നൽകി. സഹകരണ വകുപ്പ് നിയമിച്ച അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഭരണകാലത്ത് സംഘത്തിന് 14 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ സംഘത്തിന് മൂവാറ്റുപുഴ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് PO ജംഗ്ഷനിലെ 7.25 സെന്റ് സ്ഥലത്ത് 7000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഉള്ളൊരു കെട്ടിടവും ഉൾപ്പെടെ അതാണ് ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. അതിന് തന്നെ ഒരു 7 കോടി രൂപ മതിപ്പേർ വരും. രണ്ടാമത്തെ സ്ഥലം 5 ഏക്കർ ഭൂമി മാറാടി പഞ്ചായത്തിലെ പുഴയോട് ചേർന്ന് ക്രംബ് റബ്ബർ ഫാക്ടറി ഉൾപ്പെടെ ഉള്ള 5 ഏക്കർ സ്ഥലമുണ്ട്. കൂടാതെ MC റോഡ് സൈഡിൽ KSRTC അവിടെ നിന്ന് ഒരു 250 മീറ്റർ അകലെ MC റോഡ് സൈഡിൽ 20 സെന്റ് സ്ഥലവും കൂടി ഈ ക്രംബ് റബ്ബർ ഫാക്ടറിക്കുണ്ട്. ഇത്രയും സ്ഥലം മൊത്തത്തിൽ ഈട് വെച്ചിട്ടാണ് ഈ 3 കോടി രൂപ വായ്പ എടുത്തത്. ആ 3 കോടി രൂപ ഇപ്പോൾ 14 കോടിയായെന്ന് പറയും. സഹകരണ ബാങ്കുകളുടെ നിയമം അനുസരിച്ച് 3 കോടി എടുത്തിട്ടുണ്ടെങ്കിൽ 6 കോടി അടയ്ക്കേണ്ടി വരും. അതിൽ കൂടുതലൊരു തുക അടയ്ക്കേണ്ടി വരില്ല. പക്ഷെ 14 കോടി രൂപ ഇവർക്ക് വിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സഹകരണ അന്നത്തെ JRഉം അന്നത്തെ ARഉം അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും ഒക്കെ ഗൂഢാലോചന നടത്തി ഈ സംഘത്തിൻ്റെ ആസ്തികൾ മുഴുവൻ വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം ഹെഡ് ഓഫീസായ 7.25 സെന്റ് സ്ഥലം, ആ കെട്ടിടം ഉൾപ്പെടെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് 3 കോടി രൂപയ്ക്ക് ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് വിറ്റു. പക്ഷെ ROR ലഭിക്കാത്തതുകൊണ്ട് അതിന് ആധാരം നടന്നിട്ടില്ല. പക്ഷെ ഇപ്പം നാളെ 25-ാം തീയതി ബാക്കി സ്ഥലം കൂടി വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾക്കും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമെതിരെ അടിയന്തര അന്വേഷണം നടത്തണമെന്നും ലേല നടപടികൾ നിർത്തിവെക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. ജില്ലാ സഹകരണ ബാങ്കിലേക്കുള്ള വായ്പാ തിരിച്ചടവിൽ 1 രൂപ പോലും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഭരണകാലത്ത് അടയ്ക്കാത്തതിനെ തുടർന്നാണ് ബാങ്ക് ഇപ്പോൾ സർഫാസി നിയമപ്രകാരം ലേല നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഹെഡ് ഓഫീസും 5.5 ഏക്കറോളം സ്ഥലവും നാളെ 5,40,00,000 രൂപയ്ക്ക് പൊതുലേലം ചെയ്യാനാണ് വിജ്ഞാപനം. യഥാർത്ഥ വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ തുകയ്ക്ക് ആസ്തികൾ കാണിച്ച് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാനുള്ള ഗൂഢനീക്കമാണ് ഇതിന് പിന്നിലെന്ന് സാബു ജോൺ ആരോപിച്ചു. ഇതൊരു 20 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു സംഘം, ആ സംഘം ഇപ്പോൾ ഈ ആസ്തിയും ബാധ്യതയും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ ഒരു ലിക്വിഡേറ്റർ വെച്ച് ബാധ്യത കൂടുതലാണെങ്കിൽ മാത്രമാണ് ലിക്വിഡേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇത് ആസ്തിയാണ് കൂടുതൽ. അപ്പോൾ ഒരു കാരണവശാലും ഇത് ലിക്വിഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ ലിക്വിഡേറ്റർ നിലവിലുണ്ട്. ആ ലിക്വിഡേറ്റർ വെച്ചു എന്ന് പറയുന്നു. ലിക്വിഡേറ്റർ ചാർജ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ലിക്വിഡേറ്റർ നിലവിലുള്ള AR ആണ് ആ ലിക്വിഡേറ്റർ. പക്ഷേ AR പറയുന്നത് അങ്ങനെ ഒരു ലിക്വിഡേറ്റർ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഈ സംഘത്തിൽ മൊത്തത്തിൽ അഴിമതി നടന്നിരിക്കും. ഇത് മുഴുവൻ ഇവരുടെ ആസ്തി മുഴുവൻ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തടയണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇന്നലെ ബഹുമാനനായ സഹകരണ വകുപ്പ് മന്ത്രി ഇന്നലെ നേരിൽ കണ്ടു. ഞാനും MLAയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ നേരിട്ട് കണ്ടു. കേരള ബാങ്കിനോട് ഈ ജപ്തി നടപടികൾ നിർത്തിവെക്കാനും പുതിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ ഉടനെ തന്നെ ചുമതലയേൽപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.